ഹലോ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും, നമ്മളെ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ അത് ഞാൻ കാണിക്കട്ടെ. എന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല, അപ്പൊ ഞാൻ കാണിക്കട്ടെ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പൊ നമ്മള് സ്ത്രീകൾ നമ്മളെ എവിടെ ഫാൻസിയിലോ നമ്മളെ പൂരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണും. ഇത് ഇപ്പൊ ഒരു സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ വലുതാക്കിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്താ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഞാന് ഇതാ ഇത് കണ്ടില്ലേ, കമ്മലിന്റെ കയ്യിലുള്ള കമ്മലുകളെ ഞാൻ പരിചയപ്പെടുത്താണ്. അപ്പൊ ഈ കമ്മല് ഇത് ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കമ്മലുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവാട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് രസമുണ്ടോ? എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? അപ്പൊ ഞാൻ അടുത്തൊരു കമ്മല് കാണിക്കാട്ടോ. എന്റെ കയ്യിലുള്ള കമ്മലുകളാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു കമ്മല് എന്ന് പറഞ്ഞാല് ഇതാ ഇങ്ങനത്തെ കമ്മലുണ്ടോ? ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ റിങ് പോലുള്ള കമ്മല്. അപ്പൊ ഇതൊക്കെ മോള് വാങ്ങുന്നതാട്ടോ. മോൾക്ക് ഭയങ്കര കമ്മലിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടിട്ടില്ല, ഇപ്പൊ ചെറിയ കമ്മലൊക്കെയാണ് കുട്ടികളൊക്കെ ഇടുക, അവളും അതേപോലെ തന്നെയാണ്. അപ്പൊ ഞാനും തന്നെ അങ്ങനെ മാറ്റി മറിച്ചൊന്നും ഇടല്ല, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ മാത്രം ഞാൻ കമ്മല് ജിമിക്കൊക്കെ ഇടാറുള്ളൂ. അപ്പൊ ഞാൻ ഈ കമ്മലൊന്ന് ഇട്ട് കാണിക്കാട്ടോ, ഭംഗി ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ ദാ ഈ കമ്മല് ഇങ്ങനെ, ഇത് ഭയങ്കര കാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഇട്ടിട്ടൊന്നുമില്ല, മോളാണ് ഇടാറ്. അടുത്ത കമ്മല് ഏതാന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ജിമിക്ക്. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ജിമിക്കാണ്. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അപ്പൊ ദാ ഇതിട്ടാല് ഇത് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടാവും ഞാൻ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമുള്ള അതുകൊണ്ട് ഞാൻ ഇത് ഇടാറുണ്ട് കേട്ടോ. അതാ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടാണോ? ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഇടാനുള്ള സമയം കുറവുണ്ടാവും. അപ്പൊ ഞാൻ ഇട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ദാ അടുത്ത കമ്മല്, അടുത്ത കമ്മല് ഇതിങ്ങനെ സ്റ്റഡ് ഇല്ലാത്ത മോഡലിന്റെ ജിമിക്കാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും എനിക്ക് അത് ഇടാൻ മടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അതൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു കുളത്താവുകൊണ്ടേ. അപ്പൊ ദാ ഇതെങ്ങനെയുണ്ട്? ഇനി അടുത്ത കമ്മല് ഈ കമ്മല് ഞാൻ ഇത് ഇട്ടിട്ടുണ്ടോ വെച്ചാൽ അധികം ഞാൻ ഇട്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഇടണ്ടേ വിചാരിച്ചിട്ടതാണ്. മോള് വാങ്ങിയതാണ്. പിന്നെ വാങ്ങി കഴിഞ്ഞിട്ട് അവൾ ഇത് ഇട്ടിട്ടില്ല, പിന്നെ മടക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ എടുക്കാൻ നല്ല കമ്മലാണ്, പക്ഷെങ്കിൽ ഇത് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പൊ ഞാൻ അടുത്ത കമ്മല് പരിചയപ്പെടുത്താം. കമ്മല് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാൻസിലൊക്കെ പോയി വാങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കുമല്ലോ ഇങ്ങനെ കമ്മലൊക്കെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പൊ ഈ കമ്മൽ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി അടുത്തത് കേട്ടോ. അടുത്ത ജിമിക്ക് എനിക്ക് ഇഷ്ടമുള്ള ജിമിക്കാണ്. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ജിമിക്കാണ്. അപ്പൊ ദാ ഇത് എങ്ങനെയുണ്ട്? നല്ലൊരു കളറല്ലേ, ലൈറ്റ് ആയിട്ടുള്ള റോസ് കളറാണ്. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ജിമിക്ക്. ഞാൻ അടുത്ത കാണിക്കാണ്. അടുത്ത കമ്മൽ ഏതാന്ന് വെച്ചാല് ഇത് ഞങ്ങള് ഇതാ പറശ്ശിനിക്കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, മോള് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എനിക്ക് പക്ഷെ ഇതൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. ഇതാ നമ്മളെ ആനന്റെ ഉണ്ടല്ലേ തുമ്പിക്കൈ പൊടിച്ച് നിൽക്കുന്ന ഒരു ഇതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ഒക്കെ ചെയ്യാട്ടോ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോയിരുന്നു കേട്ടോ. ഏട്ടന്മാരും മക്കളും പിന്നെ അതേപോലെ ആകും ജ്യോതിയേട്ടനും ഒക്കെ കൂടെ. അപ്പൊ അന്ന് ചെറിയ ഏട്ടൻ മാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവനെ ഡ്രൈവറായിട്ട് പോയിരുന്നത്, അവർ കാറിലായിരുന്നു പോയിരുന്നത്. അന്ന് അവൻ വാങ്ങിയതാണ്, അവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് നിന്നപ്പോൾ വാങ്ങിയ കമ്മലാണ്. അപ്പൊ ഏത് കമ്മലാന്ന് വേണ്ട ചോദിച്ചപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ കമ്മൽ മതിയെന്നാണ്. പക്ഷെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഇതിന്റെ വലുപ്പം, ഇത് അത്രയും വലുപ്പമുണ്ട് കേട്ടോ ഈ കമ്മല്. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഓണത്തിന് ഞാൻ വെറുതെ ഇട്ട് നോക്കി. അപ്പം അങ്ങനെ മാത്രമേ ഇത് കമ്മൽ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് മോക്ക് വേണ്ടിയിട്ട് കൊടുന്നതാണ്, പക്ഷെ എനിക്ക് തന്നെ ഭയങ്കര വലുപ്പമാണ്. അപ്പം എന്താ ഇത് അവള് ഇട്ടാൽ അവൾക്ക് അല്ലെങ്കിൽ തട്ടില്ല. അപ്പൊ തട്ട് കുറവാണ്, ഇവിടെ തട്ടില്ല. അപ്പൊ അത് ഇടാറില്ല അങ്ങനെ. അപ്പൊ കമ്മലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ കേട്ടോ. ഇഷ്ടംപോലെ ആണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ ഉണ്ടെന്ന് ഞാൻ പറയില്ല, എന്നാലും ഇത്രയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ വെച്ചാൽ ഇതിന്റെ കളറൊക്കെ പോകും. അപ്പൊ ഇത് മറ്റൊരു കമ്മലാട്ടോ. ഇത് മോള് വാങ്ങിയത് തന്നെയാണ്. നമ്മൾ കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയതാട്ടോ, ബീച്ചില്. അപ്പോൾ രസമുണ്ടോ? ഭംഗിയുണ്ട് അത് കാണാൻ. പിന്നെ അടുത്തൊരു കമ്മല് ഇത് തന്നെ റിംഗ് ആണ് കേട്ടോ. എനിക്ക് റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, സിമ്പിൾ ആവുമല്ലോ, അത്ര വലിയ ഇതൊന്നും ഇല്ല. അതേപോലെ ഇട്ടാൽ വൃത്തിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് റിംഗ് ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു റിംഗ് ആണ് കേട്ടോ. പിന്നെ അടുത്ത കമ്മല് ഇത് ഞങ്ങൾ പറശ്ശിനിക്കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കുള്ള കമ്മൽ. നേരത്തെ ഞാൻ ആനേൻ്റെ ഒരു കാണിച്ചു തന്നല്ലോ, അപ്പൊ അതേപോലെ ഒരു കമ്മലാണ് ഇത്. കണ്ടില്ലേ? ഇതുണ്ടോ? കണ്ടോ? സരസ്വതി ദേവിയാണ്. അപ്പോൾ ഇത് ഭയങ്കര നമ്മൾ സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും പറയാ. കമ്മലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാ, എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് പറശ്ശിനിക്കടയിൽ നിന്നാട്ടോ വാങ്ങിയത്, ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. പിന്നെ ഒരു കമ്മല്, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ജിമിക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നത് ഈ കമ്മലാണ്, ചുവപ്പ് കമ്മല്. അല്ലാതെ ജിമിക്ക് നമ്മൾ അങ്ങനെ അത് വാങ്ങലില്ല. പിന്നെ വാങ്ങി തുടങ്ങിയപ്പോൾ ഇതാ ഇപ്പൊ ഈ കമ്മലല്ലേ, ഇത് റെഡ് കേട്ടോ. റെഡ് കളർ ഡ്രസ്സിക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ അധികം വലിപ്പമില്ല, ഒരു പാകത്തെ വലിപ്പാണ് കേട്ടോ. അധികം പിന്നെ മുത്തോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണ കമ്മല്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, നമ്മളത്ര ഒരുങ്ങാത്ത രീതിയിൽ തോന്നിയതൊക്കെ ഇട്ടാല്. ഇനി അടുത്ത കമ്മല് എന്ന് പറയുന്നത് ഇത് തന്നെ അത്യാവശ്യം എന്താ കുറച്ച് ഇട്ടിട്ടുള്ളൂ.
എപ്പോഴെങ്കിലും ഒക്കെ ഇടാറുള്ള ഒരു കമ്മലാണിത്. ഇതൊക്കെ വെച്ച് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നല്ലൊരു കളറാണ്, റോസ് കളറിലെ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത കമ്മലിലേക്ക് പോകാം ട്ടോ. ഈ കമ്മല് ഈ കമ്മല് ഇതാ ഇത് ജിമിക്കിയാണ് കേട്ടോ. ജിമിക്കി കമ്മലാണ്. അപ്പൊ ഇത് ഞങ്ങൾ തിരുവാതിരയ്ക്ക് വാങ്ങിയതാ കേട്ടോ. ഞങ്ങൾ ചാത്തങ്കോട്ടുപുറം താലപ്പൊലിക്ക് കൈകൊട്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഈ കമ്മൽ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, കുറച്ച് വലിയ ജിമിക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അതും ഞാനും മോളും ഉണ്ടായിരുന്നു കൈകൊട്ടികളിക്കൊക്കെ. അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടാൾക്കും കൂടെ വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ? ഞാൻ തന്നെ ഭംഗിയില്ലേ ഭംഗിയില്ലേ എന്ന് എന്താ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറയണത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ. അപ്പൊ അതാ ഇത് കണ്ടില്ലേ, മറ്റൊരു കമ്മലാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വേറൊരു മോഡൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് മോളാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇത് തന്നെ ട്രഡീഷണൽ ലുക്കുള്ള ഒരു കമ്മലാണിത്. എന്താ വെച്ചാൽ ഇതും അങ്ങനെ ഉണ്ടല്ലേ, ഒരു എന്തോ ഇങ്ങനെ രണ്ടു ആൾക്കാർ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു കമ്മലാണ്. ഇത് ശരിക്കും കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കമ്മല്. ഈ മറ്റൊരു കമ്മല് റിങ്, ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കമ്മല് എനിക്ക് ഇഷ്ടമാണ്. ഈ കമ്മല് എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ ആണ്, എന്നാൽ അത്ര മുത്തും അതൊന്നും ഇല്ലാത്ത കമ്മലാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ റിങ്ങുകൾ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതൊരു കമ്മല്. പിന്നെ പറയാന്ന് വെച്ചാല് മറ്റൊരു കമ്മലാണ് ഇത്. ഇത് ഭംഗിയില്ലേ? ഇതിന് മുത്ത് പോയിട്ടുണ്ട് കേട്ടോ ഒന്നിന്റെ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊരു വേറൊരു കളറാട്ടോ. അതൊരു അല്ലേ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് എനിക്ക് വയലറ്റ് പോലത്തെ അല്ലേ, സൂപ്പറേറ്റിന്റെ കളർ പോലെ ലൈറ്റ് ആയിട്ട്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് ഇട്ടിട്ടില്ല കേട്ടോ. ഇതിന്റെ മുത്ത് പോയത് കാരണം ഇത് ഇട്ടിട്ടില്ല. പിന്നെ ഒരു കമ്മല്, ഇന്നിപ്പോ കമ്മല് എന്ന് പറഞ്ഞാല് ഇതാ സ്റ്റെഡാണ്. ഈ സ്റ്റെഡാണ്. ഇത് ഭംഗിയാണ് ഇട്ടാല് കേട്ടോ. നമ്മുടെ ഗോൾഡാണ് തോന്നുന്ന തരത്തിലുള്ള ഒരു കമ്മലാണ്. പിന്നെ ഈ കമ്മൽ കേട്ടോ, ഈ കമ്മലും ഭംഗിയില്ലേ? ഇതിന്റെ തുണ ഇവിടെ ചാടിയിട്ടുണ്ട്. അപ്പൊ ഇതും ഇങ്ങനെ ഒരു മോഡൽ കമ്മലാണ്. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മല്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ട്. കുഞ്ചുനാണെങ്കിൽ കാത് കുത്തിയിട്ടില്ല. അപ്പൊ ഇനി എന്താ അവൾക്ക് കാതൊന്നും കുത്തിയില്ല, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് ഇഷ്ടമാകുമ്പോൾ കുത്താന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാ ഈ ഒരു കമ്മലല്ലേ, ഇത് നമ്മള് ബോംബെ എന്നല്ല, ഡൽഹിയിൽ നിന്ന് കൊടുന്നത്. ഡൽഹിയിൽ നിന്നല്ല, എവിടെ ഇത് കൊടുന്നത്? ബോംബെ തന്നെ, ബോംബെ തന്നെ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ജ്യോതിയുടെ കൊടുന്നതാട്ടത് ബോംബെയിൽ നിന്ന്. അപ്പോ ഇതൊരു കമ്മലാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മൽ തന്നെയാണ്. അയ്യോ ഇതാ ഇതിന് മുത്ത് ചാടിട്ടോ. ഇതൊരു കമ്മൽ, ഇതൊരു വെറൈറ്റി കമ്മലാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇത് കണ്ടോ, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ കൊടുത്തു കേട്ടോ അവിടെ. അപ്പൊ അങ്ങനെ ഒരു കമ്മലാണ്. അതിന് തുണ പിടിച്ചത്, ഇതിന് മുത്ത് ചാടി, മുത്ത് ഊരാനൊക്കെ വരും. നമുക്ക് വേണമെങ്കിൽ മാറ്റി കിട മുത്ത്. പിന്നെ ഇതൊരു മാല അല്ലേ, മാലയുള്ള കമ്മലാണ്. ഇതിന് മാല ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. സിമ്പിൾ ആണ്, നല്ല അത്യാവശ്യം ഒരു നല്ല ഒരു ക്യൂട്ട് ആയിട്ടുള്ള കമ്മലാണ്. അപ്പൊ അങ്ങനെയാണ് കമ്മലിന്റെ സെക്ഷന്. ഇതും ബോംബെന്ന് കൊണ്ടാട്ടോ. ഇത് ജ്യോതിയേട്ടൻ ഒറ്റയ്ക്ക് വാങ്ങിയ കമ്മലാണ്. പിന്നെ അടുത്ത് ഞാൻ ഈ മാലയാണ് കേട്ടോ. ബോംബെയിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ മാലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടോ എങ്ങനെയുണ്ട്? ഇത് കുഞ്ചുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ തരിക. അപ്പൊ ഇനി അടുത്തത് കേട്ടോ, അടുത്തൊരു മാല പരിചയപ്പെടുത്താം. അടുത്ത മാല എന്താന്ന് വെച്ചാല് ഇതും അങ്ങനെ ആ മാലയുടെ കൂടെ കൊണ്ടുവന്നതാ കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇത് ഒരു പ്രത്യേക തരം മാലയാണല്ലേ, കണ്ടില്ലേ? അങ്ങനെയല്ലേ? മറ്റേ മാല ഞാൻ കെട്ടി കാണിച്ചു തന്നില്ലല്ലോ, ഞാൻ കെട്ടി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയില്ലേ? സാരിക്കൊക്കെ പറ്റും, സിമ്പിളാണ്, എന്നാലും കുറച്ച് കുഴപ്പമില്ലാത്തൊരു മാല. അതൊക്കെയാണ് കേട്ടോ മാല. ഇനിയുണ്ട് മാല കാണിച്ചു തരാം. പിന്നെ അപ്പൊ ഈ മാലയാണ് കേട്ടോ. ഇത് നമ്മൾ തിരുവൈരാണിക്കുളത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടായോ? പിന്നെ അടുത്ത മാല എന്ന് പറയുന്നത് ഇതൊക്കെ അന്നുവിന്റെ മാലയാണ് കേട്ടോ. അന്നു വലിയ മാലയാണ്. ഇത് പിന്നെ കുറച്ച് പഴക്കമുണ്ട്. ഇവിടെ വാങ്ങിയ സമയത്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു മാല എന്ന് പറയുന്നത്, നേരത്തെ ഞാനൊരു മാല കാണിച്ചില്ലേ, അതിന്റെ കൂടെ നമ്മൾ വാങ്ങിയ മാല തന്നെയാണ്. രണ്ട് മാല ഒരേ പോലത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഈ മാലയാണ് ഞങ്ങൾ തിരുവാതിരയ്ക്കും കൈകൊട്ടികളി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ യൂസ് ചെയ്യണ മാല. പിന്നെ അല്ലാതെ നമുക്ക് സാരിക്കൊക്കെ വേണമെങ്കിൽ ഇത് നല്ലൊരു മാലയാണ്. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് വാങ്ങിക്കട്ടോ. പിന്നെ അടുത്ത മാല എന്ന് പറയുന്നത് അന്നുവിന് പട്ടുപാവാട ഒരു ചോളി പോലെ അടിച്ച് ബാക്കി വാങ്ങിയതാണ്. അതാണല്ലേ ഭംഗിയില്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയണത് ഇതൊരു മാല കേട്ടോ, സിമ്പിള് കണ്ടില്ലേ, ചെറുതായിട്ട്. പിന്നെ ഈ ഒരു മാല, ഇത് മാല ഇട്ടിട്ടൊന്നുമില്ല. ചില ആൾക്കാർ ഇങ്ങനെ മാല ഇടാറുണ്ടെങ്കിൽ സാരിക്കൊക്കെ നമ്മൾ സീരിയലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു മാല കേട്ടോ. പിന്നെ ഒരു മാല എന്ന് വെച്ചാൽ ഇത് നമ്മൾ തിരുവൈരാണിക്കുളത്ത് നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ തിരുവാതിരയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ? കാണിച്ചു തരാം കേട്ടോ. വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ കണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ? പിന്നെ ഒന്നേറെ കാണിക്കാനുള്ളത് ഇതാ
ഇത് ഇതേപോലൊരു മാലയാണ് കേട്ടോ. ഇതാ എങ്ങനെയുണ്ട്? പിന്നെ കാണിക്കാനുള്ളത് ഇതൊരു മാലയാണ്. ഇത് നമ്മളെ ഇവിടെ നമ്മളെ അടുത്തുള്ളൊരു ഫ്രണ്ടാണ്, നമ്മളൊക്കെ ഒപ്പമുള്ളതാണ്. അവൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ കേട്ടോ. പക്ഷേ ഈ മാല ഇതുവരെ ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് അന്നോന് കൊണ്ടുവന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോഴത്തെ ഓരോ മോഡൽ കാലം കഴിയുന്തോറും മോഡൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇതൊന്നും ഇപ്പോൾ ആരും ഇടില്ല, എന്നാലും ഇത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു മുത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു മാലയാണ് കേട്ടോ, മാലയായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.